ഹലോ ഗൈസ്, വൺസ് അഗൈൻ വെൽക്കം ബാക്ക് ടു കിഡിലൻ ട്രാവലർ. നമ്മൾ നാട്ടിലെത്തിയതിന് ശേഷമുള്ള ഫസ്റ്റ് വീഡിയോ ആണ്. ഒരുപാട് സന്തോഷത്തോടെ നാട്ടിലെത്തിയതാണ്. അപ്പം ഇവിടുന്ന് നല്ല അടിപൊളി വീഡിയോകളൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചിരുന്നു. പക്ഷെ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ നമുക്ക് വളരെയധികം സങ്കടം തോന്നുന്ന, വിഷമം തോന്നുന്ന കാര്യങ്ങളാണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അതായത് ആളുകളുടെയൊക്കെ ഒരു മനോഭാവം ഭയങ്കരമായിട്ട് മാറിക്കൊണ്ടിരിക്കുകയാണ്. നമ്മളിപ്പോൾ ഒരു 1.5 വർഷമായി ഇവിടുന്ന് മാറിയിട്ട്. പക്ഷെ അതിന് മുമ്പ് തന്നെ നമുക്ക് ഇതിൻ്റെയൊക്കെ ഒരു ഫീല് തോന്നി തുടങ്ങിയായിരുന്നു. പക്ഷെ നമ്മളിപ്പോൾ ഈ 1.5 വർഷം അമേരിക്കയിൽ നിന്നതിന് ശേഷം തിരിച്ചു വരുമ്പോൾ ഭയങ്കരമായിട്ട് അതിൻ്റെ ആ ഒരു ബുദ്ധിമുട്ട് നമുക്ക് ഫീൽ ചെയ്യും. ഒരു രക്ഷയില്ല. നമുക്ക് ഡ്രൈവ് ചെയ്യുന്ന കാര്യത്തിലാണ് ഒരു രീതിയിലും നമുക്ക് സഹിക്കാൻ പറ്റാത്തത്. എന്താ പറയുന്നത്, നമ്മൾ അവിടെയൊക്കെ വണ്ടി ഓടിച്ചിട്ട് ഇവിടെ വന്നു കഴിയുമ്പോൾ എന്താ പറയുന്നത്, വളരെയധികം പാടുപെടുകയാണ് നമുക്ക് വണ്ടി ഓടിക്കാനായിട്ട്. നമുക്ക് ഒരു സ്ഥലത്ത് ചെന്ന് നമ്മളൊന്ന് വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, ഒരാളെ കടത്തി വിട്ട് കഴിഞ്ഞാൽ, അതായത് ഒരാളെയല്ല, എമർജൻസി ആയിട്ട് നിൽക്കുന്നൊരു വണ്ടീനെ കടത്തി വിടുമ്പോൾ തന്നെ ബാക്കിലുള്ള ആളെ നമ്മളെ ഹോണടിച്ച്, അതല്ലെങ്കിൽ നമ്മളെ മാക്സിമം പ്രൊവോക്ക് ചെയ്യും. അതല്ലെങ്കിൽ നമ്മൾ കടന്നു പോകാൻ നിൽക്കുമ്പോൾ ഫ്രണ്ടിൽ ഒരാൾ നമ്മൾക്ക് അത്രയും പോകുന്ന വഴിയിൽ തന്നെ എന്താ പറയുന്നത്, ഫ്രണ്ടിൽ വെറുതെ നിൽക്കുന്നയാളും കയറി വട്ടം വയ്ക്കുന്നൊരവസ്ഥ. ഒരു രീതിയിലും ഡ്രൈവിംഗ് എന്ന് പറഞ്ഞ ആ ഒരു സാഹചര്യം എത്രയാ, ഏറ്റവും അങ്ങേയറ്റം എന്താ പറയുന്നത്, എന്താ അതിനൊരു വാക്ക് നമുക്ക് പറയണം, പരിതാപകരമായൊരു ഡ്രൈവിംഗ് കൾച്ചറായിക്കോണം. ഇതുപോലെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു അവസ്ഥ ഈ ലോകത്ത് വേറെ ഒരിടത്തുണ്ടെന്ന് തോന്നുന്നില്ല. ഒരാൾ പോലും, നമ്മൾ കുറേ ഞാൻ ഇപ്പോൾ ഒരു ഏകദേശം വന്നിട്ടൊരു 3-4 ദിവസമായി. 4 ദിവസമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ച് നമ്മൾ മടുത്ത് പോവാണ്. ഞാനൊക്കെ ഒരുപാട്, ഇപ്പോൾ ഒരു 20 വർഷമായിട്ട് നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നതാണ്. നാട്ടിൽ നിന്ന് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് നമുക്ക് ഇത്രയും ബുദ്ധിമുട്ട് തോന്നില്ല. പക്ഷേ നമ്മൾ ഇതുപോലെ പുറത്ത് പോയിട്ട് വന്നു കഴിഞ്ഞു, ഈവൻ ഗൾഫിൽ പോയിട്ട് വന്നപ്പോൾ പോലും നമുക്ക് ഇത്രയും ഒരു ബുദ്ധിമുട്ട് തോന്നിയിട്ടുണ്ടായിരുന്നില്ല. പക്ഷെ ഇവിടെ ഒരാൾ പോലും ഒരു എന്താ പറയുക, വിരലിൽ എണ്ണാവുന്ന ആളുകൾ മാത്രമേ ഒരു മര്യാദപരമായ സമീപനം റോഡിൽ സ്വീകരിക്കുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മൾ പറയുന്നത് വണ്ടിയുടെ കാര്യം. അതുകൂടാതെ നമ്മുടെ നാട്ടിലുള്ള മലയാളികളുടെ പൊതുവെ ഒരു ഇടപെടൽ, എന്താ പറയുക, പരസ്പരം ഒരു മലയാളി മറ്റൊരു മലയാളിയെ കാണുമ്പോഴുള്ളൊരു സമീപനം വളരെ 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 മോശമായ രീതിയിലാണ്. ഒരാൾക്കൊന്ന് ചിരിക്കാൻ പോലും അറിയാൻ പാടില്ലാത്ത ഒരവസ്ഥയിലേക്ക് നമ്മുടെ കേരളം മാറിക്കഴിഞ്ഞു, നമ്മുടെ മലയാളികൾ മാറിക്കഴിഞ്ഞു. നമ്മൾ ഓൺലൈനിലൊക്കെ മലയാളി പൊളിയാണെന്നൊക്കെ ഉള്ളൊരു ഇതൊക്കെ ഉണ്ട്. പക്ഷെ നമുക്ക് അന്നേരമൊക്കെ നമുക്ക് ആ ഒരു അഭിമാനം തോന്നും. പക്ഷേ നമ്മൾ ഇതിൻ്റെ ഗ്രൗണ്ട് റിയാലിറ്റിയിലേക്ക് ഇറങ്ങിക്കഴിയുമ്പോൾ മലയാളികളുടെ മനസ്സ് വളരെയധികം ദുഷിച്ചു പോയതായിട്ട് നമുക്ക് ഫീൽ ചെയ്യും. നമ്മളീ പറയുന്നത് അത്രയും വിഷമത്തിലാണ്. ഒരാൾക്ക് പോലും ഒന്ന് ചിരിക്കാൻ പോലും, എവിടെ നമ്മുടെ നാട്ടിലാണെങ്കിലും എന്താ പറയണേ, എവിടെയാണെങ്കിലും, ഇപ്പോൾ നമ്മുടെ ഒരു സ്ഥലത്തല്ല, എവിടെ ചെന്ന് കഴിഞ്ഞാലും നമുക്ക് ഒരാൾക്ക് പോലും ചിരിക്കാൻ അറിയാൻ പാടില്ലാത്ത മലയാളിയായി മാറിയിരിക്കുകയാണ്. നമ്മുടെ കൾച്ചർ, നമ്മൾ ന്യൂജൻ ആളുകളെ, കുട്ടികളെയൊക്കെ നമ്മൾ കുറ്റം പറയും. പക്ഷേ അവരെക്കാളും മോശമാണ് പഴയ തലമുറ. എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് നമുക്ക് മനസ്സിലാവണില്ല. പൈസ ഉള്ളതാണോ, അതോ പൈസ ഇല്ലാത്തതാണോ, അതോ മറ്റെന്തെങ്കിലും ഉള്ളതാണോ, എന്താണ് ഇതിൻ്റെ ഒരു അടിസ്ഥാനം എന്ന് മനസ്സിലാവുന്നില്ല. മലയാളികളുടെ ഒരു അവസ്ഥ പരിതാപകരം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് സ്വഭാവത്തിലും പെരുമാറ്റത്തിലും റോഡിൽ പറയണ്ട. ഇത് മൊത്തത്തിൽ വളരെ സങ്കടം തോന്നുന്ന ഒരവസ്ഥയാണ്. നമുക്കൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ US പോയി കഴിഞ്ഞാൽ മനസ്സിൽ നമുക്ക് നാട് തന്നെയാണ്, എന്നെങ്കിലും നാട്ടിൽ വന്ന് ജീവിക്കണം എന്നാണ് നമ്മുടെയൊക്കെ ആഗ്രഹം. പക്ഷെ ഇവിടുത്തെ അവസ്ഥ കാണുമ്പോൾ നമുക്ക് ഒരു US ഒരാൾക്ക് ഇവിടെ വന്ന് ജീവിക്കാൻ പേടിയായിരിക്കും. കാരണം അവർക്ക് ഇവിടെ ജീവിക്കാൻ കഴിയില്ല. അത് എന്തുകൊണ്ടാണ് പേടിയായിരിക്കും എന്ന് പറയുമ്പോൾ അത് അവിടെ ഉള്ളവർക്കാണ് അത് മനസ്സിലാവുള്ളൂ, അതിൻ്റെ ഡെപ്ത് മനസ്സിലാവുള്ളൂ. കാരണം അവിടെ നമുക്ക് കിട്ടുന്ന ആ ഒരു, നമ്മളൊരു US സിറ്റിസനോ
അല്ലെങ്കിൽ അങ്ങനെയൊന്നുമല്ല. പക്ഷെ ഒരു മനുഷ്യൻ എന്ന നിലയിൽ അമേരിക്കയിലൊക്കെ പോയിട്ട് ജീവിക്കുമ്പോൾ കിട്ടുന്ന ഒരു പരിഗണന, അതല്ലെങ്കിൽ അവിടുത്തെ ആളുകളുടെ, നമുക്കിവിടെ സംവിധാനങ്ങൾ കുറവായിരിക്കും. റോഡിൽ പാലങ്ങളുണ്ടാവില്ല, അല്ലെങ്കിൽ എന്താ പറയുന്നത്, കളിക്കാനുള്ള വലിയ സ്റ്റേഡിയങ്ങളുണ്ടാവില്ല, പാർക്കുകളുണ്ടാവില്ല. അതൊക്കെ നമുക്ക് സഹിക്കാം. നമ്മുടെ മനസ്സിൽ നമുക്കൊരു കരുണയുണ്ടാക്കാൻ ഇത്രയും പാടില്ലല്ലോ. അത് നമുക്ക് എല്ലാവർക്കും, നമ്മൾ മലയാളികൾക്ക് എല്ലാവർക്കും ഈസി ആയിട്ട് നമുക്ക് ഉണ്ടാക്കിയെടുക്കാവുന്ന ഒരു കാര്യമാണ്. ആ ഒരു കരുണ, കൈൻഡ്നെസ് എന്ന് പറഞ്ഞ സംഭവമാണ് ലോകത്തെ എല്ലാവരും ഇപ്പോൾ ആഗ്രഹിക്കുന്നത്. എല്ലാവരും നമ്മളിപ്പോൾ പുറത്ത് എവിടെ ചെന്ന് കഴിഞ്ഞാലും ഒരാളുടെ അടുത്ത് ഒരു ലൈഫിൻ്റെ ഏറ്റവും വലിയൊരു ആവശ്യകത എന്താണ്, അതല്ലെങ്കിൽ എന്താണ് നമുക്ക് വേണ്ടത് എന്ന് വെച്ച് കഴിഞ്ഞാൽ കൈൻഡ്നെസ് എന്നാണ് പറയുക. പക്ഷെ ഇവിടെ നമുക്ക് ഈ കൈൻഡ്നെസ് എന്ന് പറയുന്ന, ഈ കരുണ എന്ന് പറയുന്ന സംഭവം നമ്മുടെ നാട്ടിൽ ഇല്ല. 100% വറ്റിപ്പോയി. ഇപ്പം എൻ്റെ നാട്ടിൽ കഴിഞ്ഞ ദിവസം ഒരു രാഷ്ട്രീയ പാർട്ടി ഈ നമ്മുടെ ഇവിടെ മുഖ്യമന്ത്രിയുടെ യാത്രയായിട്ട് ബന്ധപ്പെട്ട് ഇവിടെ എന്തോ വിഷയം, ഞാൻ ആ സമയത്ത് ഇവിടെ ഇല്ലായിരുന്നു. ആ സമയത്ത് ഇവിടെ ഒരു പാർട്ടിക്കാരന് മറ്റ് പാർട്ടി എന്താ പറയുക ആക്രമിച്ചു. അതിൻ്റെ റീസണൊന്നും എനിക്കറിയില്ല. എന്തൊക്കെ തന്നെയാണെങ്കിലും അതിൻ്റെ ഒരു നാട്ടുകാർ, അയൽവക്കത്തുള്ള ആളുകൾ എങ്ങനെ ഇങ്ങനെ പെരുമാറാൻ കഴിയണു എന്നാണ് എനിക്ക് മനസ്സിലാവാത്തത്. ഈ പാർട്ടികളും നമ്മുടെ ആളുകളെ എന്താ പറയുക, നമ്മുടെ സഹോദരങ്ങളെ തന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും കൊല്ലുന്ന രീതിയിലേക്ക്, ആക്രമിക്കുന്ന രീതിയിലേക്ക് മാറുമ്പോൾ നമ്മൾ ഏതൊരു പാർട്ടിയാണെങ്കിലും അത് മനസ്സിലാക്കാൻ ഈ പാർട്ടിയിൽ പ്രവർത്തിക്കുന്നവർ തീർച്ചയായിട്ടും മുതിരണം. കാരണം ഏറ്റവും വലുത് നമ്മളും നമ്മുടെ ആളുകളും അൾട്ടിമേറ്റ്ലി മലയാളികളും അതുപോലെ തന്നെ നമ്മൾ ഇന്ത്യക്കാരും ആണെന്നുള്ള ഒരു പരിഗണനയിൽ അപ്പുറം നമ്മൾ പാർട്ടികൾക്കും മതത്തിനും ഒന്നിനും ഒരു വില കൊടുക്കരുത്. ഇത് കാണുന്ന ആർക്കെങ്കിലും ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറയുന്നത് ശരിയാണെന്ന് തോന്നുവാണെങ്കിൽ എനിക്ക് വളരെ സന്തോഷം. നമ്മുടെ ഈ ഒരു അവസ്ഥ കണ്ടിട്ട് എനിക്ക് സത്യം പറയാം, ഞാൻ ജീവിതത്തിൽ ഇത്രയും മാനസികമായിട്ടൊരു സംഘർഷം അനുഭവിച്ചിട്ടില്ല. നമ്മൾ ഖത്തറിൽ പോയിട്ട് നമുക്ക് ജീവിതത്തിൽ ഒരുപാട് പരീക്ഷണങ്ങൾ വന്നിട്ടുണ്ട്. പക്ഷേ ഈ നമ്മുടെ ആളുകളുടെ ഒരു അവസ്ഥ, നമ്മൾ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മുടെ എങ്ങനെ ഡ്രൈവ് ചെയ്യണമെന്ന് നമുക്ക് അറിയാൻ പാടില്ലാത്ത ഒരു രീതിയിലേക്കായിപ്പോൾ 20 വർഷമായിട്ട് ഞാൻ ഖത്തറിലാണെങ്കിലും ഇവിടെ ഖത്തർ ലൈസൻസ് ഉണ്ട്, എനിക്കിപ്പോൾ US ലൈസൻസ് ഉണ്ട്, നാട്ടിലെ ലൈസൻസ് ഉണ്ട്, ഖത്തറിൽ വണ്ടി ഓടിച്ചിട്ടുണ്ട്. വണ്ടി ഓടിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ നമ്മൾ വണ്ടി അത്രയും ഡെയിലി എന്നുള്ള രീതിയിൽ ഒരു 20 വർഷത്തോളമായി നമ്മൾ ഡ്രൈവ് ചെയ്യുന്നു. എന്നിട്ട് പോലും നമുക്ക് ഇവിടെ വണ്ടി ഓടിക്കാൻ പേടിയാവുകയാണ്. കാരണം ആളുകളുടെ സമീപനം, നമ്മൾ ഫൈറ്റ് ചെയ്ത് റോട്ടിൽ ഈ വണ്ടിയുമായിട്ട് നമ്മൾ ഫൈറ്റ് ചെയ്ത് നിന്നിട്ടില്ല എങ്കിൽ, ഇപ്പം ഞാൻ ഒരു മെയിൻ റോഡിൽ കൂടെ വലിയ തിരക്കില്ലാത്തടത്തിൽ കൂടെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അതല്ല, ഇനിയിപ്പോൾ ഒരു ചെറിയൊരു ജംഗ്ഷൻ എത്തിയാൽ എങ്ങനെ അവിടെ മാനേജ് ചെയ്ത് കടന്നു പോകുന്ന, ആദ്യമായിട്ട് വണ്ടി ഓടിക്കാൻ ഇറങ്ങുന്ന ഒരാളേക്കാൾ കൂടുതൽ സംഘർഷത്തിലാണ് ഞാനിപ്പോൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ഒരു അനുഭവം ഉണ്ടായി. ഇന്നലെ എൻ്റെ നാട്ടിൽ കോതമംഗലത്ത് ടൗണിൽ വെച്ചിട്ട് ഒരു വണ്ടി ഇങ്ങനെ ടൗണിൽ ഇങ്ങനെ പതുക്കെ പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഒരു വണ്ടി വട്ടം വെച്ചു. അപ്പോൾ വട്ടം വെച്ച് കഴിഞ്ഞപ്പോൾ നമ്മളവിടെ നിർത്തി കൊടുത്തു കഴിഞ്ഞപ്പോൾ ഇയാൾ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ഒരാളാണ്. അങ്ങനെ ഓപ്പോസിറ്റ് സൈഡിലേക്ക് പോകാൻ വേണ്ടി നിൽക്കുന്ന ആൾ കുറേ നേരമായിട്ടും കടന്നു പോകുന്നില്ല. അപ്പം ലെഫ്റ്റ് സൈഡിൽ എൻ്റെ കാറിന് പോകാനുള്ള വഴിയുണ്ട്. അപ്പം ഞാൻ അതിലെടുത്ത് ലെഫ്റ്റിൽ കൂടെ പോകാൻ പോയപ്പോൾ ഞാൻ ഇതിൽ പോവുകയാണെന്ന് അറിയിക്കാൻ വേണ്ടി ഒന്ന് ഹോൺ അടിച്ചു. ഈ ഹോൺ അടിച്ച് ആ ഒരൊറ്റ കാരണത്തിൽ കാരണം നാട്ടിലെല്ലാവരും ഹോൺ അടിക്കുകയാണ്, ഇയാൾ റിവേഴ്സ് വന്ന് നമ്മുടെ വണ്ടിയിൽ മുട്ടണ്ട, അയാളുടെ വണ്ടിയിൽ മുട്ടണ്ട എന്നുള്ള രീതിയിൽ നമ്മൾ ഹോൺ അടിച്ചു. ആ ഒരൊറ്റ കാരണത്തിൽ ഇയാൾ അവിടെ നിന്ന് അങ്ങോട്ട് ഓപ്പോസിറ്റ് പോകാൻ വേണ്ടി വെയിറ്റ് ചെയ്തിരുന്ന ആൾ, ഇയാൾ ഫോണും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എൻ്റെ കയ്യിൽ എൻ്റെ വീഡിയോ ഉണ്ട്. ആ ചെയ്തുകൊണ്ടിരുന്ന ആൾ അങ്ങോട്ടേക്ക് എടുക്കാതെ അത്രയും നേരം അവിടെ വെയിറ്റ് ചെയ്തിരുന്ന ആൾ തിരിച്ച് എൻ്റെ ബാക്കിൽ വന്ന്, അപ്പോൾ വീണ്ടും എൻ്റെ ഫ്രണ്ടിലേക്ക് ബ്ലോക്കാണ്. അപ്പോൾ പുള്ളി ക്രോസ് ചെയ്യാൻ പറ്റില്ല. കുറേ ദൂരം ഫ്രണ്ടിലേക്ക് വന്ന് എൻ്റെ ഫ്രണ്ടിൽ നിന്ന് ഇയാൾ വണ്ടി ചവിട്ടും, വീണ്ടും ഫ്രണ്ടിലേക്ക് എടുക്കും, വീണ്ടും ബ്രേക്ക് ചെയ്യും, വീണ്ടും ഫ്രണ്ടിലേക്ക് എടുക്കും. അപ്പോൾ എൻ്റെ കൂടെ എൻ്റെ ഒരു സുഹൃത്ത്, ഒരു പോലീസുകാരനും ഉണ്ടായിരുന്നു. ഞങ്ങൾ ആ വീഡിയോ എടുത്തിട്ട് അപ്പോൾ എൻ്റെ തൊട്ട് പുറകിലൊരു പോലീസ് വണ്ടിയും വരുന്നുണ്ട്.
ഇയാൾ വീണ്ടും വണ്ടി ചവിട്ടും, വീണ്ടും എടുക്കും. ആ രൂപത്തിൽ പോവാണ്. ഞങ്ങളുടെ നാട്ടിൽ കോതമംഗലത്ത് ഇങ്ങനെയൊന്നും ആരും അനുഭവം ജീവിതത്തിൽ ഉണ്ടായിട്ടില്ല. നമ്മൾ ഒരു രീതിയിലും അയാളെ പ്രൊവോക്ക് ചെയ്തിട്ടില്ല. അയാൾ തെറ്റിദ്ധരിച്ചാണ്. പിന്നെ നമ്മുടെ വണ്ടിയുടെ ഹോണ് ഈ പറഞ്ഞ പോലെ ഇത് നമ്മുടെ വണ്ടിയല്ല, ഇത് നമ്മൾ റെൻ്റേ കാർ എടുത്തിരിക്കുന്നതാണ്. ഇനി ഇതിൻ്റെ ഹോണ് അടിച്ചത് കേട്ടത് അയാൾ ഭയങ്കര ഇതായിട്ട് തോന്നിയതാണ്, എന്താണെന്ന് മനസ്സിലാവുന്നില്ല. അപ്പോൾ ഇത്തരത്തിൽ ആളുകൾ നമ്മളെന്തോ വലിയ തെറ്റ് ചെയ്ത പോലെയാണ്. നമ്മളൊന്നും ചെയ്യാൻ പോയില്ല. കാരണം ഇതൊരു റെൻ്റേ കാറാണ്. ഈ റെൻ്റേ കാറിന് ഒരു പോറൽ പോലും ഏൽക്കാതെ നമ്മൾ വിശ്വസിച്ച് ഏൽപ്പിച്ചവർക്ക് നമ്മളിത് തിരിച്ചു കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഉത്തരവാദിത്വമാണ്. അതല്ല ഇപ്പം എൻ്റെ വണ്ടിയാണെങ്കിൽ ചിലപ്പോൾ ഞാൻ അവർ കാണിച്ച പോലെ തന്നെ ഞാനും ഒരു പക്ഷേ കാണിച്ചു പോയേനെ. കാരണം നമ്മുടെ മനസ്സ് അത്രയും നമ്മുടെ കലുഷിതമായിട്ടിരിക്കുകയാണ്. അപ്പം എന്താ പറയുന്നത്, അത്രയ്ക്ക് എല്ലാ രീതിയിലും വണ്ടിയുടെ റോട്ടിലെ അവസ്ഥ നമുക്ക് പറയുകയേ വേണ്ട. ഇപ്പം എന്താ പറയുന്നത്, ആളുകളുടെ അവസ്ഥ ഇതൊക്കെ വളരെ പരിതാപകരമായ രീതിയിലാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇത്രയും നിരാശ തോന്നി. നമുക്കിനി ഏതെങ്കിലും ഒരു ഇപ്പം ഞാൻ നാട്ടിലേക്ക് തിരിച്ചു പോകും, ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് തിരിച്ച് വരണം, ഇനിയിപ്പോൾ നാട്ടിലേക്ക് വരണം എന്ന് തോന്നുമ്പോൾ നമുക്ക് വരാൻ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത് കൂടിക്കൂടിയല്ലേ വരുള്ളൂ, അതല്ലാതെ കുറഞ്ഞു വരുന്നൊരു സാഹചര്യം ഇല്ലല്ലോ. അപ്പോൾ ഇത് വീണ്ടും കൂടിക്കൂടി വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും? മലയാളികൾക്ക് നമ്മുടെ കേരളത്തിൽ ജീവിക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലേക്കാണ് കാര്യങ്ങൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്ക് റിക്വസ്റ്റ് ചെയ്യാനുള്ളത്, നമ്മൾ റോട്ടിൽ നമുക്ക് ആളുകളോട് റിക്വസ്റ്റ് ചെയ്യുന്നതിലുപരി നമ്മുടെ ഗവൺമെൻറ്റിനോടാണ് പറയാനുള്ളത്, ഒരു മാർക്കിങ്ങും കാര്യങ്ങളും ഒക്കെ വയ്ക്കുക. നമ്മുടെ മന്ത്രിമാർ ഈ വിദേശത്തുള്ള റോഡുകളൊക്കെ ഒന്ന് കണ്ടിട്ട് അറ്റ്ലീസ്റ്റ് അവിടുത്തെ ആ ലൈനും കാര്യങ്ങളും, ഇപ്പോൾ ഒരു ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു സംഭവമാണ്. ഈ സ്റ്റോപ്പ് എന്ന് പറയുന്നൊരു സംഭവം ഇട്ടിട്ട് അവിടെ നിന്ന് കടന്നു പോകാൻ പാടില്ല എന്നുള്ളൊരു ഇതൊക്കെ വെച്ച് കഴിഞ്ഞാൽ ആ ഒരുപാട് സിഗ്നലുകൾ നമുക്കിവിടെ ഒഴിവാക്കാൻ പറ്റും അനാവശ്യമായിട്ടുള്ളത്. പിന്നെ കുറേ നിയമങ്ങൾ നമുക്കിവിടെ മാറ്റാൻ പറ്റും, നിസ്സാരമായ നിയമങ്ങൾ. നമ്മൾ വലിയൊരു സംഭവമൊന്നുമല്ല പറയണേ. നമുക്ക് ഏതൊരു രീതിയിലുള്ള സപ്പോർട്ടും നമുക്ക് അതിൻ്റെ അകത്ത് ആർക്കെങ്കിലും നമുക്ക് കൊടുക്കണമെങ്കിൽ കൊടുക്കാനും പറ്റും. നമുക്കിപ്പം റോഡുകളുടെയൊക്കെ ഒരു ധാരണയുണ്ട്, നമ്മുടെ ഒന്നും ആവശ്യമില്ല, അല്ലാതെ തന്നെ ഇവിടെയുള്ള എല്ലാ ആളുകൾക്കും ഇതിനെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്. അപ്പോൾ ആ റോഡിനെ കുറിച്ചൊക്കെ നമ്മുടെ ഗവൺമെൻറ് ചിന്തിച്ച് ഇങ്ങനെയുള്ള ഫൈറ്റുകൾ നടന്ന് റോട്ടിൽ അക്രമങ്ങൾ നടന്ന് എന്താ പറയുന്നത്, വണ്ടിയും നശിപ്പിച്ച് ആളുകൾ നശിപ്പിച്ച് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കടിച്ച് കീറുന്ന ഒരവസ്ഥ ഒഴിവാക്കാൻ ഗവൺമെൻറ് തന്നെ ഇടപെടണം. അതുപോലെ തന്നെ നമ്മുടെ പ്രിയപ്പെട്ട മലയാളികൾ, നമ്മുടെ സ്നേഹിതന്മാർ, നമ്മുടെ എന്താ പറയുക, നമ്മുടെ നാട്ടുകാർ എല്ലാവരും പരസ്പരം ഒരു സ്നേഹത്തിലും സഹവർത്തിത്വത്തിലും എന്താ പറയുക, ഒരു ഫോർഗീവ്നെസ് എന്ന് പറഞ്ഞൊരു സംഭവം ഇല്ല. ഒന്ന് ക്ഷമിച്ചു കൊടുക്കുക, പോട്ടെ എന്ന് പറയുന്ന ആ ഒരു ഇതില്ല. ഭയങ്കര ഒരു അറ്റാക്കിങ് മൈൻഡാണ് എല്ലാവർക്കും. എന്താണ് ഇതിങ്ങനെയെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല. അപ്പം എന്താ പറയുന്നത്, ഒന്ന് ക്ഷമിക്കാനും ഒരു കരുണയും, ഇത് രണ്ടും നമ്മളൊന്ന് എന്താ പറയുക, ഇത് രണ്ടും വേണം. ഫോർഗീവ്നെസ്സും കൈൻഡ്നെസ്സും ഒക്കെ നമുക്ക് വേണം. ഇത് വളരെ അതിക്രമിച്ചു പോയി. ഇനി ഇതിൻ്റെ അപ്പുറത്തുള്ളൊരു ഘട്ടം ഏതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഡൽഹിയിൽ US-ൻ്റെ വിസയ്ക്കുള്ളൊരു ഇൻ്റർവ്യൂവിന് പോയപ്പോൾ ഞാൻ കണ്ടു. അവിടെ ഞാൻ ആ താമസിച്ചുകൊണ്ടിരുന്ന ഹോട്ടലിൻ്റെ താഴെ ഇറങ്ങി. അപ്പം ഭയങ്കര ചൂടായിരുന്നു ആ സമയത്ത്. അപ്പോൾ ജസ്റ്റ് എന്നാലും ഒന്ന് പുറത്തിറങ്ങി എന്തോ ഒരു ഐറ്റം വാങ്ങാൻ വേണ്ടി പുറത്തേക്ക് ഇറങ്ങി കഴിഞ്ഞപ്പോൾ അവിടെ ഒരു 70 വയസ്സെങ്കിലും ഉള്ളൊരു 70 അല്ലെങ്കിൽ 80 വയസ്സുള്ളൊരു ഒരു പ്രായമുള്ളൊരു അപ്പൂപ്പൻ ഓട്ടോറിക്ഷ ഓടിക്കുന്നുണ്ട്. അതിൻ്റെ കൂടെ കുറേ വണ്ടിക്കാരവിടെ ഓട്ടോക്കാരവിടെ കിടക്കുന്നുണ്ട്. അപ്പം ഈ അപ്പൂപ്പൻ എന്തോ മിസ്റ്റേക്ക് ചെയ്തിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല. അയാളെ കണ്ടു കഴിഞ്ഞാൽ അയാളെ ഒന്നും പറയാൻ പോലും തോന്നില്ല, അത്ര പ്രായമുണ്ട്. എന്നിട്ട് ഈ ഒരു ചെറുപ്പക്കാരൻ ഓട്ടോക്കാരൻ ഇവർ രണ്ടിലും വഴക്ക് കൂടിക്കൊണ്ടിരുന്നിട്ട് ഒറ്റയടിക്ക് പുള്ളി ഓടിപ്പോയി ഓട്ടോറിക്ഷയുടെ ഉള്ളിൽ നിന്ന് വലിയൊരു വടി, നമ്മളെ പാമ്പിന് തലണ പോലത്തെ വടി ഇങ്ങി എടുത്തുകൊണ്ട് വന്ന് പുള്ളിയുടെ നേരെ ഒറ്റ ഓങ്ങൽ അടിച്ചില്ല. അപ്പം ഈ രൂപത്തിലാണ് ഡൽഹിയിലൊക്കെ കാര്യങ്ങൾ ഞാൻ കണ്ടത്. അതുപോലെ നമ്മൾ കേരളത്തിൽ ഇതുവരെയും കണ്ടിട്ടില്ല എന്ന് വിചാരിച്ച് കേരളത്തിൽ അക്രമങ്ങൾ ഉണ്ടാവുന്നില്ല എന്നല്ല. പക്ഷേ ഇനി അതുപോലെ ഒറ്റയടിക്ക് എന്താ പറയുക, ഈ രീതിയിലുള്ള അക്രമങ്ങളിലേക്കാണ് നമ്മുടെ ഒരു അടുത്ത ഘട്ടം ഇങ്ങനെയൊക്കെ പോയി കഴിഞ്ഞാൽ പോകാൻ പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും ഇപ്പം നമ്മൾ അമേരിക്കയിലൊക്കെ വെടിവെപ്പുണ്ട് അല്ലെങ്കിൽ വെടിവെച്ച് ആളുകളെ കൊല്ലുവാണ് എന്നൊക്കെ പറയും. പക്ഷേ
അതിലൊക്കെ എത്രയോ 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 ഭീതികരമാണ് നമുക്ക് ഇവിടെ റോട്ടിൽ കൂടെ വണ്ടി ഓടിച്ച് പോകുന്നൊരവസ്ഥ എന്നറിയോ. അതിലും നമ്മളിവിടെ ഫുൾ ടൈം സംഘർഷഭരിതമായൊരു, ഞാനിപ്പോൾ പല ആളുകളെയും കണ്ടു, പല ആളുകളായിട്ട് സംസാരിച്ചു. ഇവരെല്ലാവരും ഈ ഒരു സംഭവം അവരുടെ ഒപ്പീനിയനായിട്ട് പറയുന്നുണ്ട്. പക്ഷേ ഇതെല്ലാവർക്കും അറിയാം. പക്ഷേ ഇതിൻ്റെ അകത്ത് ഒരുപാട് പേര്, ഇത് അറിയാവുന്നവർക്ക് പോലും റോഡിലേക്ക് ഇറങ്ങുമ്പോൾ മര്യാദയ്ക്ക് പോകാൻ പറ്റാത്തൊരവസ്ഥയും ഇവിടെയുണ്ട്. അപ്പോൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ മനസ്സ് മരവിച്ചിരിക്കുകയാണ്. നമ്മൾ നമ്മുടെ നാട്ടിലേക്ക് എത്തിക്കഴിഞ്ഞിട്ട് പിന്നെ ഇവിടെ ഒരു നല്ലൊരു ഹാപ്പി ആയിട്ടുള്ളൊരു വീഡിയോ ചെയ്യാന്ന് പറഞ്ഞാൽ, നമുക്ക് വണ്ടിയൊക്കെ എടുത്തിറങ്ങി കഴിഞ്ഞാൽ വീഡിയോ ചെയ്യാൻ പോയിട്ട് നമുക്ക് എന്താ പറയണേ, മര്യാദയ്ക്ക് ഒന്നും ചെയ്യാനുള്ളൊരു മൂഡ് വരില്ല. അത്രയ്ക്ക് വല്ലാത്തൊരവസ്ഥയാണ് ഇപ്പോൾ ഒരു 3-4 ദിവസമായിട്ട് നമ്മളിവിടെ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഒരു 10 വർഷത്തോളം ഇവിടെ ബാങ്കിൽ വർക്ക് ചെയ്തതാണ്. ആ സമയത്തൊക്കെ നമ്മൾ ഫുൾ ടൈം കാറിൽ എവിടെ കേരളത്തിൻ്റെ അങ്ങോട്ട് ഇപ്പം തെക്ക് സൈഡിലേക്കാണ് ട്രിവാൻഡ്രം വരെയും, അതുപോലെ തന്നെ നോർത്ത് സൈഡിലേക്കൊക്കെ നമ്മൾ എത്രയോ വണ്ടി ഓടിച്ച് എന്തോരം പോയിരിക്കുന്നു. അപ്പോഴൊന്നും ഇല്ലാത്ത ഒരു അവസ്ഥയാണ് ഇപ്പോൾ. എനിക്കറിയില്ല എല്ലാവർക്കും വണ്ടി ആയതിൻ്റെ ഒരു പ്രശ്നമാണോ അതെയോ എന്താണ് ഇതിൻ്റെ ഒരു ഇപ്പോഴത്തെ ഒരു സാഹചര്യം എന്ന് മനസ്സിലാവുന്നില്ല. ശരിക്കും നമ്മൾ മലയാളികൾ ഏതെങ്കിലും രൂപത്തിലുള്ളൊരു സൊല്യൂഷൻ ഈ ഒരു അവസ്ഥയ്ക്ക് നമ്മൾ ഇപ്പം ഒരു തീരുമാനം ഉണ്ടാക്കേണ്ടതാണ്. കാരണം നമ്മൾ പ്രളയം വന്നപ്പോഴൊക്കെ മലയാളികളൊക്കെ ഒരുമിച്ച് നിന്നു എന്ന് പറയുന്നു. പക്ഷെ ആ ഒരു സമയത്തിലുള്ള ഇത് മാത്രമല്ല, നമ്മളിപ്പോൾ ഒരു വിദേശ രാജ്യങ്ങളിലൊക്കെ പോയിട്ട് നമുക്ക് ആളുകൾ പരസ്പരം ജീവിക്കുന്ന ഒരു സാഹചര്യം കാണുമ്പോൾ നമ്മളൊക്കെ ക്രൂവൽ എന്ന് പറഞ്ഞാൽ ക്രൂവലിൻ്റെ അങ്ങേയറ്റമാണെന്ന് നമുക്ക് പറയേണ്ടി വരും. ഇത്രയും വലിയ ഒരു ക്രൂവലായിട്ടുള്ള ഹാർട്ടായിട്ടാണ് നമ്മൾ ഓരോരുത്തരും നടക്കണമെന്നുള്ളത് നമുക്ക് ഇവിടുത്തെ റോട്ടിലും നമുക്ക് ഇവിടെ മറ്റുള്ളവരുടെ ഓരോ ഇടപെടലിലും ഒക്കെ മനസ്സിലാവും. നമുക്ക് വളരെയധികം പെട്ടെന്ന് തന്നെ എന്തെങ്കിലും രീതിയിലുള്ളൊരു സംവിധാനം, ഏറ്റവും പ്രധാനമായിട്ട് ഈ സംഘർഷം ഏറ്റവും കൂടുതൽ വരുന്നത് റോട്ടിൽ നിന്നായിരിക്കും ഒരു പക്ഷേ എനിക്ക് തോന്നുന്നു. അപ്പോൾ എന്തായാലും ഏതെങ്കിലും ഒരു തീരുമാനം നമ്മളെല്ലാവരും മലയാളികൾ കൂടിയിട്ട് ചെയ്യണം ഈ ഒരു കാര്യത്തിൽ. വളരെയധികം സങ്കടമുണ്ട്, വളരെയധികം വിഷമമുണ്ട്. നമുക്ക് ഇങ്ങനെ വന്നു കഴിയുമ്പോൾ നമുക്ക് പുറമേ നിന്ന് ഒരാൾക്കും ഇങ്ങോട്ട് വരാനുള്ളൊരു സാഹചര്യം തോന്നില്ല. ഇപ്പോൾ ഒരു ജംഗ്ഷനാണ്, ഞാനിപ്പോൾ ഇവിടെ നിർത്തുവാണ്, ഇവിടെ നിന്ന് കടത്തി വിടുക. ഇനിയിപ്പോൾ എൻ്റെ ബാക്കിൽ ആളുകൾ കിടന്ന് ഹോണടിക്കും. ഇവരിപ്പം ലോക്ക് ചെയ്ത് നിൽക്കണ്ടോ, ഇവരൊന്ന് ജസ്റ്റ് കടത്തി വിടുക, കാരണം അവിടെ ബ്ലോക്കാണ്. അപ്പോൾ കടത്തി വിട്ടു, ബാക്കിൽ ഹോണടി വെച്ചു അയാൾ. അപ്പം ഇങ്ങനെ എന്താ പറയുക, ഇതിപ്പോൾ ചെറിയൊരു സംഭവമാണ്, ചെറിയൊരു സംഭവം. ഞാനിപ്പോൾ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കഴിഞ്ഞാൽ എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വേറെ പ്രശ്നങ്ങളൊന്നും ഇല്ലാത്തൊരു റോഡിൽ ഇങ്ങനെ ഓടിച്ചു പോകുന്നത്. അപ്പോൾ നമ്മൾ കണ്ടില്ലേ, ഹോൺ അടിച്ചു. ഭാഗ്യത്തിന് അയാൾ ഒരൊറ്റ ഹോണാ ബാക്കിൽ നിന്ന് അടിച്ചിട്ടുള്ളൂ. അതൊന്നും കുഴപ്പമില്ല. അതൊക്കെ വളരെ സിമ്പിൾ പരിപാടിയാണ്, വളരെ ഒരു പോട്ടെ, അതൊന്നും കുഴപ്പമില്ല. എന്നാൽ ഞാൻ ഇപ്പം നിങ്ങളെ കാണിക്കുന്ന ആ വീഡിയോയിൽ ഞാൻ ദൂരെ നിന്ന് മുതൽ കാണുന്നതാണ്. അവർ ഇങ്ങോട്ട് ക്രോസ് ചെയ്യാനുള്ളൊരു ഇവിടുന്ന് പോകാൻ കുറേ നേരമായിട്ട് അവിടെ നിൽക്കുന്നതാണ്. ഒരൊറ്റ ആൾ പോലും നിർത്തി കൊടുക്കുന്നില്ല. അപ്പം എന്താ പറയുന്നത്, അപ്പം നമ്മളൊന്ന് നിർത്തി കൊടുത്തു, അവർ കടന്നുപോയി. അപ്പോൾ ബാക്കിൽ ഹോൺ അടിച്ചു. ചിലരൊക്കെ ഹോൺ അടിച്ചാന്ന് പറഞ്ഞാൽ നമ്മുടെ വണ്ടി തെറിപ്പിച്ച് കളയുന്ന രീതിയിലുള്ള ഹോണാണ് അടിക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് പറയാനുള്ള കാരണം. അപ്പം എന്താ പറയുന്നത്, നമ്മളിത് ആരെയും പ്രതീക്ഷിച്ചിട്ട് കാര്യമില്ല. അത് നമ്മൾ തന്നെ മലയാളികൾ എല്ലാവരും ഒത്തൊരുമിച്ച് എന്തെങ്കിലും ഒരു സംവിധാനം ഇതിനുണ്ടാക്കുക എന്നുള്ളതാണ് ഒരു പോംവഴിയുള്ളൂ. അല്ലാണ്ട് ഓരോരുത്തരും മാറിയിട്ട് ഇത് മാറാൻ പോകുന്നൊരു സാഹചര്യം കാണുന്നില്ല. സർക്കാർ എന്തെങ്കിലും ഒരു സംവിധാനം ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾക്ക് ഒരു എന്താ പറയുക, കൾച്ചറൽ ആക്ടിവിറ്റീസ്, എന്താ പറയുക, നമ്മുടെ മലയാളികളുടെ കൾച്ചർ ഉണ്ടല്ലോ, ആ ഒരു കൾച്ചറൊന്നും ഇല്ല. ഒരു എന്തൊരു നല്ലൊരു സാഹചര്യമാണ് നമ്മുടെ മലയാളികളുടെ, നമ്മുടെ നാട്ടിലൊരു ഇന്ത്യൻ കൾച്ചർ എന്ന് പറഞ്ഞാൽ തന്നെ എത്ര നല്ല കൾച്ചറാണ്. ഇതൊക്കെ നമുക്ക് പുറമെ പോയി ഇന്ത്യൻ കൾച്ചർ ഇങ്ങനെയാണെന്ന് നമുക്ക് പറയാൻ ഇനി എങ്ങനെ നമുക്ക് മനസ്സ് വരും? ഈ രൂപത്തിൽ നമ്മൾ പോയി കഴിയുമ്പോൾ നമുക്ക് ഹൃദയം തുറന്ന് നമ്മുടെ കൾച്ചറിനെ കുറിച്ച് പറയാൻ പറ്റാത്തൊരവസ്ഥയിലേക്കാണ് നമ്മുടെ സാഹചര്യം പോയിക്കൊണ്ടിരിക്കുന്നത്. വളരെയധികം ബുദ്ധിമുട്ട് തോന്നുന്നു, വളരെയധികം വിഷമം തോന്നുന്നു. നമുക്കിത് മാറുമെന്ന് പ്രതീക്ഷിക്കാം. നമുക്ക് എല്ലാവർക്കും നമ്മുടെ നാട്ടിൽ ജീവിക്കാനാണ് ആഗ്രഹം. അപ്പം ഈ ഒരു സിറ്റുവേഷൻ മാറുമെന്ന് പ്രതീക്ഷിച്ചുകൊണ്ട് ഞാൻ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. എല്ലാവർക്കും താങ്ക് യു വെരി മച്ച്.